നമ്മൾ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ആ കർത്താവായ യേശു കർത്താവ് ഒരു പിശാചിനോട് പറയുന്നു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ വായിൽ നിന്ന് വചനം വരുന്ന വചനങ്ങൾ കൊണ്ടൊക്കെ ജീവിക്കുന്നു. അപ്പൊ ഇവിടെ ഈ അപ്പം എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിലുള്ള അപ്പത്തെ കുറിച്ചല്ല പറയുന്നത്, ദൈവവചനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയും. വെള്ളം എന്ന് പറയുമ്പോൾ ആ ഗുണമോ മണമോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാത്തിനും വെള്ളം ആവശ്യമാണ്. എങ്കിലും അതിന് ഗുണവും മണവും ഇല്ല. നമുക്ക് ഇവിടെ പറയുന്നൊരു കാര്യം, നമ്മളിപ്പം ഇത് പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മള് കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, സാഹചര്യങ്ങളൊന്നുമില്ല. അതിന് ആധാരമായി നമുക്ക് പറയുകയാണെങ്കിൽ യെശയ്യായുടെ പുസ്തകം 37-ാം അധ്യായം നമുക്ക് അതിനോട് യോജിക്കും. കാരണം അവിടെ വെള്ളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ പറയുന്നത് അസ്ഥിയുടെ താഴ്വരകളിൽ നിന്നുകൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്യും, നോക്കി കാണുകയാണ്, ചുറ്റി തിരിയുകയാണ്. അവിടെ എന്ത് ചെയ്യുക, അസ്ഥികൾ കൊണ്ട് ജീവനില്ലാത്ത അനുഭവം, ഇരുട്ടിരിക്കുകയാണ്. അമ്മീ താഴ്വര അനുഭവം, താഴ്ന്നെന്ന് പറഞ്ഞാൽ മരണം നേരിടുന്ന താഴ്വരയാണ്. ജീവനില്ലാത്ത അനുഭവങ്ങളുടെ കടന്നു പോകുന്നു. അപ്പൊ അവിടെ ഒരു ജീവന്റെ ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ എന്ത് ചെയ്യും, ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെട്ടാൽ മാത്രമേ ജീവന്റെ പ്രവൃത്തി ഉണ്ടാവത്തുള്ളൂ. അപ്പം അവിടെ ഈ അസ്ഥി താഴ്വരയാണ്, ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു, ഒന്നുമില്ല, മനുഷ്യനെ കൊണ്ട് അസാധ്യമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ. പക്ഷെ അതുപോലെ തന്നെ വെള്ളം നോക്കുമ്പോൾ യേശു കർത്താവ് വെള്ളത്തിന്റെ മധ്യേ നടന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം, പത്രോസ് നടന്നപ്പോ അവർ താൻ മുങ്ങിപ്പോയി. കർത്താവിന്റെ തന്റെ നോട്ടം മാറ്റിയപ്പോ എന്ത് ചെയ്തു, താൻ മുങ്ങിപ്പോകുവാനിടയായി. അപ്പൊ മനുഷ്യനെ കൊണ്ട് അസാധ്യമായതിൽ വചനം നമ്മൾ അവിടേക്ക് അയക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, വചനത്തെ എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് എന്ത് ചെയ്യണം, നമ്മൾ കൈമാറണം. എന്ന് വെച്ചാൽ ആത്മാവിന്റെ ആ ഒരു വലിയ ചലനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ച് അതിനെ അയക്കണം. നമ്മൾ എന്ത് ചെയ്യുക, അയച്ചു കൊണ്ടിരിക്കണം. അതാണ് എന്നോട് ചോദിച്ചു കൊള്ളുക, രാജ്യങ്ങൾ അവകാശമായി ഞാൻ ഭൂമിയുടെ അറ്റങ്ങൾ എനിക്ക് കൈവശമാക്കി തരും. അപ്പൊ എന്നോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? വചനത്തെ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട്, വാക്തത്വ വചനങ്ങളെ ദൈവം നമുക്ക് 66 പുസ്തകങ്ങൾ നൽകിയിട്ടുള്ള വാക്തത്വങ്ങൾ നമുക്കുള്ളതാണ്. ആ വാക്തത്വ വചനങ്ങളെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ബൈബിളിനകത്ത് നമ്മളോട് പറഞ്ഞതാണ്. ദൈവം തന്റെ വായിലൂടെ സംസാരിച്ചുണ്ട്, ദൈവ പ്രവാചകന്മാരോട് സംസാരിച്ചുണ്ട്. അതും നമ്മൾ എടുക്കുക, അല്ലെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ അല്ലെ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞു കർത്താവേ, ദൈവ സഭയെ പണിയണം, അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ഈ വചനം അയക്കണം. അതുപോലെ നമ്മുടെ തലമുറയുടെ വിഷയത്തിൽ കഴിവില്ല, ഈ വചനം ദൈവം അയക്കണം, ദൈവസന്നിധി അയക്കണം. അപ്പൊ നമ്മൾ ഈ അയക്കുന്ന വചനം, അപ്പൊ നമ്മൾ പറയുന്ന വചനം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മള് ലേഖനങ്ങൾ കാണും, യോഹന്നാന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്, അവിടെ സാക്ഷ്യത്തിനായി 3 പേരെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം രക്തം, ജലം, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജലം, രക്തം, മറ്റൊന്ന് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ ജലം, രക്തം, വേറെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നത് ഞാൻ പെട്ടെന്ന് ദൈവജനം ഇങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു, 3 പേരെ സാക്ഷ്യത്തിനായി വിളിക്കും. അപ്പൊ ഈ ജലം എന്ത് ചെയ്യുകയാണ്, അത് സാക്ഷ്യത്തിനായി ദൈവം വിളിക്കുന്നത്. നമ്മുടെ സ്നാനജലത്തെ കുറിച്ചാണ് അവിടെ പറയുന്നെങ്കിലും, അല്ലെ, നമ്മൾ സ്നാനപ്പെട്ടോ, ആ ജലം ഇവിടെ ദൈവത്തിന്റെ തന്നെ സാക്ഷ്യം പറയും. നമ്മൾ പറയും ജലത്തിന് എന്ത് സംസാരിക്കുക, ഇല്ല, ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ ഇതുങ്ങളൊക്കെ എന്ത് ചെയ്യാം, ആ ദൈവത്തിന്റെ ഭാഷകൾ സംസാരിക്കും. അപ്പൊ ഈ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ വചനത്തെ നമ്മൾ എറിയുവാൻ ഇടയാകും. നമ്മുടെ അപ്പത്തെ, അതായത് പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു മേഖലകളെ, അല്ലെങ്കിൽ ദൈവവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നൽകുന്ന, നമുക്കറിയാം പ്രാർത്ഥനകളൊക്കെ, നമ്മൾ പ്രാർത്ഥന ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ദൈവവചനം തരും. അതെന്ത് ചെയ്യും, നമ്മളത് പ്രാപിച്ചത് അത് നമ്മൾ എന്ത് ചെയ്യുക, വിതയ്ക്കുവാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വിതച്ച് കഴിയുമ്പോൾ ഏറെ നാൾ കഴിഞ്ഞിട്ട് അപ്പം കിട്ടുമെന്നല്ല അവിടെ വചനം പറയണം. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയോടെ നമ്മള് വിഷമിക്കാതെ, അല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ പ്രാർത്ഥന ലഭിച്ചില്ലല്ലോ എന്ന് കഴിഞ്ഞിട്ട് ഭാരപ്പെട്ടു പോകാതെ, പിറകോട്ട് പോകാതെ, പിറുപിറുപ്പ് പോകാതെ നമ്മൾ എന്ത് ചെയ്യണം, ഹല്ലേലൂയ, കഴിഞ്ഞ് നിനക്കത് കിട്ടും. അതെ, നമ്മൾ വിതയ്ക്കുന്നതിനൊരു ഫലമുണ്ട്. ഹല്ലേലൂയ, നമ്മൾ കണ്ണുനീരോടെ വിതച്ചാൽ നീ ആർപ്പോടെ കൊയ്യും. അപ്പൊ നമ്മുടെ ആ ഹൃദയ നുറുക്കത്തോടെ നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിഷയങ്ങളെ നമുക്ക് എടുക്കാം. ആ വിഷയങ്ങളിൽ നമ്മൾ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ആത്മാവിന്റെ ആളാ ദൈവവചനം. ആ വചനത്തിനല്ലാതെ മറ്റൊന്നിനും ജീവിതത്തിൽ ഒരു മനുഷ്യന് മാറ്റം വരുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാ. ഒരു മനുഷ്യന് മാറ്റം വരുന്നത്, അല്ലെ, വചനം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാ.
യേശുക്രിസ്തു അല്ലാതെ നമുക്ക് മാറ്റം തരുവാൻ മറ്റാർക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം നാം എന്ത് ചെയ്യുക? ഈ ദിവസം നമ്മുടെ കുടുംബത്തിന്റെ ആണെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും, ഹസ്ബൻഡിന്റെ ആണെങ്കിലും, നമ്മുടെ ഈ ജോലി മേഖല ഏത് വിഷയങ്ങളാണെങ്കിലും ദൈവത്തിന്റെ വചനത്തെ നമ്മൾ അയക്കുവാൻ ഇടയായി തീർന്ന ഹല്ലേലൂയ, അവിടെയൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ വെളിപ്പെടുവാൻ ഇടയാകും. നമുക്ക് യെശയ്യാ 43 വായിക്കുമ്പോൾ ദുർഘടങ്ങളെ സമഭൂമിയാക്കും. അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അവൻ താമ്രമതിലിനെ ഉടയ്ക്കുന്നതും ദൈവത്തിന്റെ വചനമാണ്. ഇരുമ്പോടാമ്പലിനെ ഖണ്ഡിച്ച് കളയാൻ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഇതാണ്. അപ്പം ഇവിടെ കോരശിനോട് ഞാൻ എന്ത് ചെയ്യാ? ഇവിടെ ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും, അല്ലേ? ദുർഘടങ്ങളെ ഞാൻ നിനക്ക് നിരപ്പാക്കും. അപ്പം ദുർഘടമായതുണ്ട്, അല്ലേ? അതിനെ എന്ത് ചെയ്യാം? ദൈവത്തിന്റെ വചനം അത് നിരപ്പാക്കും. ദുർഘടം എന്ന് പറഞ്ഞാൽ കുഴികളും കുണ്ടും കുഴികളുമായിട്ട് നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കൂറ്റൻ ചിലപ്പോ കല്ലുകൾ കാണും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉയർന്ന കല്ലുകൾ കാണും. തന്നെ കൂർമന പോലെ ഇരിക്കുകയാണ്, തൊട്ടത് മൂർച്ചയുള്ളതായിരിക്കും. പക്ഷെ ദൈവം എന്ത് ചെയ്യും? അതിനെ എല്ലാം നിരപ്പാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഒരേ ലെവലാക്കി മാറ്റും. എന്നിട്ട് നമുക്ക് അതിനെ കൂടെ സ്മൂത്ത് ആയിട്ട് കടന്നു പറ്റേ താമ്രവാതിലെ തകർക്കും. നമുക്കറിയാം പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ ഈ വാതിലുകൾ കൊണ്ട് എന്ത് ചെയ്യും? അടച്ചകത്തിട്ടു. ഒരു മനുഷ്യനും അവിടെ കയറി ചെല്ലാൻ കഴിയത്തില്ല. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ ദൂതൻ ഒന്നാം കാവലും രണ്ടാം കാവലും മൂന്നാം കാവലും പൊളിച്ച് ദൈവം എന്ത് ചെയ്യാം? പത്രോസിനെ പുറത്ത് കൊണ്ടുവന്നു. സ്തോത്രം. ഇരുമ്പോടാമ്പലുകളെ ദൈവം ഖണ്ഡിച്ചു കളയും. അപ്പം അത് ഇരുമ്പ് പോലെ കെട്ടിവെച്ചിരിക്കുന്ന നമ്മുടെ യോസഫ് എന്ന് പറയുന്ന മനുഷ്യനെ, ആരാ യോസഫിനെ സ്വാതന്ത്ര്യം കൂടുതൽ നിങ്ങൾക്ക് അറിയാമോ? ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. നമ്മൾ 105 സങ്കീർത്തനം വായിക്കും. ഈ ജാതികളുടെ അധിപതി എന്ന് പറയുമ്പോൾ ഓരോ ദേശത്തും ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നവരെ പുറത്തെടുക്കാതെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം, നമ്മള് ഏതെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വിശ്വാസം വന്നെങ്കിൽ ആ പാരമ്പര്യം, പല ആൾക്കാരും പറയും ഇതില്ല എന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിൽ ഇതിനെക്കുറിച്ച് നമ്മളെ മടക്കി കൊണ്ടുപോകാൻ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മേഖലയുണ്ട്. നമ്മൾ ഏത് വിശ്വാസത്തിലാണ് അവിടേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകാൻ ഇത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഉണ്ടാവും. നമ്മളിതിനെ വെട്ടി ജയിച്ച് ജയിച്ച് മുന്നേറ്റി അതിൽ നിന്ന് പൂർണ്ണമായി നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇത് നമ്മളെ എന്ത് ചെയ്യാ? പുറകോട്ട് കൊണ്ടുപോകും. നമ്മളെ എന്ത് ചെയ്യാ? നമ്മളോട് പലപ്പോഴും സംസാരിക്കും, നീ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ നിനക്ക് പ്രയോജനം? നിന്ദിക്കപ്പെടുകയില്ലേ, പരിഹസിക്കപ്പെടുകയില്ലേ, മറ്റുള്ളവർ കുറ്റപ്പെടുത്തി എന്ത്? ഇതെല്ലാം നമ്മുടെ പണ്ട് നമ്മള് ആയിരുന്ന ആ പാരമ്പര്യത്തിന്റെ ആ അനുഭവങ്ങളാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് യേശുക്രിസ്തു വിളിച്ചു തിരഞ്ഞെടുത്തവരാണ് യേശുവിന്റെ ശിഷ്യന്മാര് പോലും. പക്ഷെ അവര് പോലും മടങ്ങിപ്പോയി, കർത്താവിന്റെ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോയി. യേശുക്രിസ്തു ക്രൂശീകരണപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ട ശേഷം നമുക്കറിയാം അവര് കർത്താവിന്റെ കല്ലറയ്ക്ക് നിന്നെങ്കിലും പിന്നെ അടക്കത്തിന് ശേഷം അവരെ പിന്നെ കണ്ടില്ല. നമുക്ക് മംഗലക്കാരത്തെ മറിയയും മറ്റേ മറിയൊക്കെയാണ് കല്ലറയ്ക്ക്, അവിടെ പോലും ശിഷ്യന്മാർ ഉണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു? പഴയ ജോലിക്ക് വേണ്ടി പോയി. അതാണ് പാരമ്പര്യം. എത്ര നമ്മളത് പറഞ്ഞാലും എന്ത് ചെയ്യാ? ഇത് നമ്മെ വലിച്ചുകൊണ്ട് പോകും. നമ്മളെ ഇത് പുറകോട്ട് കൊണ്ടുപോകാൻ. കാരണം നമ്മുടെ ബാക്കി സമശിഷ്ടങ്ങൾ അവിടെ കിടക്കും. അവർ നമുക്ക് വേണ്ടിയാ നമ്മൾ മടങ്ങി വരാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇത് പിശാച് കേൾക്കും, അല്ലെ? പ്രവർത്തിക്കുന്നല്ല, നമ്മളെ കേൾക്കും. അപ്പൊ നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഇത് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് പാരമ്പര്യങ്ങൾ എന്ത് ചെയ്യുന്ന വെട്ടി പ്രാർത്ഥിക്കണം. പാരമ്പര്യങ്ങൾ നമ്മെ പിൻപറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കതിന്റെ ആ പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാകും. നമുക്ക് അങ്ങനെ ജീവിതം ഉണ്ടാകും. അങ്ങനെ ആത്മാവിൽ ഇതൊക്കെ ഞാൻ പറയും, ഇതെല്ലാം ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചാ പറയുന്നത്. എന്റെ ജീവിതത്തിന്റെ ആ മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് പല ആൾക്കാരും പറയും യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, പാരമ്പര്യങ്ങൾ തകർത്തു എന്ന് പറയാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും യേശുക്രിസ്തു അത് ചെയ്തു. പക്ഷെ നാം അത് നിവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ ഇടയായിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ആ പ്രവൃത്തിയിലൂടെ പൂർണ്ണമായും കർത്താവിൽ ആശ്രയിച്ച് പൂർണ്ണമായും നമ്മുടെ ജഡം എന്ന് പറയുന്ന പാരമ്പര്യമാണ്, ആദാമിന്റെ സ്വഭാവമാണ്. ആ ജഡത്തെ നാം ക്രൂശിച്ച് ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ നാം ഉടുക്കിക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് നമ്മുടെ പാരമ്പര്യങ്ങൾ തകർക്കപ്പെടുവാൻ ഇടയാകും. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ്, നമ്മൾ ഇരുമ്പോടാമലെ ഖണ്ഡിച്ചു കളയും. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. നമുക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ മറുകുത്തുന്ന ഇത് വചനത്തിന്റെ ഒരു ശക്തിയാണ്. വചനം അയക്കുമ്പോൾ ആ മറഞ്ഞു കിടക്കുന്ന എല്ലാം ദൈവം നമുക്ക് നൽകിത്തരും. അപ്പം നമ്മുടെ പ്രാർത്ഥനയാകുന്ന അപ്പത്തെ ഹല്ലേലൂയ, നമ്മുടെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം. ആ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക മനുഷ്യനാണ്. അവിടെ പറയുന്നത് ആത്മീക മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന വെള്ളമല്ല ആവശ്യം, നമ്മൾ കൊടുക്കുന്ന ബൂസ്റ്റോ ഹോർലിക്സോ അല്ലെങ്കിൽ പുറമേയുള്ള ആഹാരമല്ല, അവിടെ ചോറൊന്നും അല്ല ആവശ്യം.
അകത്തെ മനുഷ്യന് നമ്മുടെ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടൊപ്പം ദൈവവചനം നമ്മൾ കൈമാറണം. ആ ആ അപ്പത്തെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അകത്തേക്ക് കൈമാറുമ്പോ അത്യുതനായ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. ആ ശക്തി നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് വരുന്നതോടൊപ്പം നമ്മുടെ വാഗ്ദത്തങ്ങളുടെ നിവർത്തികളെ കാണുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചില്ലെന്നോ, അല്ലെ നാളുകളിൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ലഭിച്ചില്ലെന്നോ ഓർത്ത് ഭാരപ്പെടുകയല്ല. പകരം പിന്നെ ഈ വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് നമുക്കറിയാം, യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അപ്പൻ അവകാശം കൊടുത്തതാണ് യാക്കോബിനെ ആ കീണത്. പക്ഷെ എന്നാ എന്ത് ചെയ്യാ? ഫിലിസ്തീനെ മണ്ണിട്ട് മൂടുവാൻ ഇടയായി. പക്ഷെ അതുകൊണ്ട് യാക്കോബ് ഓക്കെ, ഇസാഖ് അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. ഫിലിസ്തീൻ മണ്ണും പൂട്ട് മൂടിയത് കഴിഞ്ഞിട്ട് താനെ തനിക്ക് അവകാശമായി കൊടുത്തതിനെ അവസാനിപ്പിച്ചു. പകരം എന്ത് ചെയ്തു? വീണ്ടും കുഴിച്ചു, വീണ്ടും വിതച്ചു. എന്ത് ചെയ്യാ? അല്ലെങ്കിൽ നിറപടിയായി നമുക്കറിയാം. പിന്നെ അവന് വിതച്ചു. അത് ഇരട്ടിയായിട്ട് എന്ത് ചെയ്യാ? അത് കൊയ്തെടുക്കുവാൻ ഇടയായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടതിന് നമുക്ക് പിടിച്ചു വാങ്ങേണ്ടത് നമ്മൾ പിടിച്ചു വാങ്ങണം ഈ ദിവസങ്ങളിൽ. അപ്പൊ നമ്മുടെ ഏത് മേഖലയാണ് ആത്മീക ജീവിതം ഏറ്റവും അതിനൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ, ആത്മീക ജീവിതത്തിൽ നമ്മൾ കയറി വന്ന ബാക്കി ഒന്നിനും കൊണ്ട് ഭാരപ്പെട്ട ആവശ്യം ദൈവം എല്ലാം പുറകെ തരും. മുമ്പേ അവര് രാജ്യനീതി മനുഷ്യ അതോടുകൂടി ഇത് ലഭിക്കുമല്ലോ കർത്താവിന്റെ വചനം പറയും. അപ്പോ നമ്മൾ അതിനു വേണ്ടി വചനം എന്ന ആത്മാവിന്റെ വാൾ നമ്മളിലേക്ക് അയക്കണം. ഒപ്പം ഹല്ലേലൂയ പുറത്തേക്ക് നമ്മൾ അയക്കണം. നമ്മൾ ദേശത്ത് പറയണം. നമുക്ക് സഭയുണ്ടെങ്കിൽ, നമ്മുടെ സഭയുടെ ശുശ്രൂഷകരാണെങ്കിൽ പറയണം. ആത്മാക്കൾ കുറവാണെങ്കിൽ വചനം അയച്ചിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വചനമായി ദേശത്തിന് 4 ദേശത്തെ ദിക്കുകളിലേക്ക് അയക്കണം. അതെ, നിന്റെ ഹിതമാർ ജീവിക്കേണ്ടത് എന്തിയാ? വന്നു ഊതുക എന്ന് പറഞ്ഞത് നമ്മൾ ആത്മാവിൽ ദിവസങ്ങളിൽ കൽപ്പിക്കുവാനിടയായ പല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. ഏറെ നാൾ കഴിയുമ്പോൾ നിനക്ക് മടങ്ങി വരും. മടങ്ങി വരുന്നതിന് മടങ്ങി വരത്തില്ല എന്നല്ല അവിടെ പറഞ്ഞു, മടങ്ങി വരും. ചിലപ്പോൾ കാലങ്ങളെടുക്കും, ദിവസങ്ങളെടുക്കും, ചില വർഷങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. അത് ദൈവത്തിന്റെ കരങ്ങളാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ കുറയ്ക്കരുത്. ഹല്ലേലൂയ. അതോളം സമയം നമുക്ക് ദൈവത്തിനെ സംസാരിക്കും. കർത്താവ് അടിയനെ ബലപ്പെടുത്തിയല്ല കേട്ട എല്ലാ പ്രിയപ്പെട്ട കർത്താവ് ധാരാളമായി സഹായിക്കുന്ന ഈ വചനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ, വലിയ വർധനവുകളും ആത്മീക ഭൗതിക വിഷയങ്ങൾ നടുവിൽ വലിയ ഉയർച്ചകളും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.